ഇപ്പോൾ കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ? 60% തുക കൊണ്ട് പെൻഷനും ശമ്പളവും മറ്റ് കാര്യങ്ങളും നിർവഹിച്ച് 40% കൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുന്നു. നവാസ് പ്രയാസപ്പെടണ്ട, ബാക്കി കൂടി ഞാൻ സംശയമൊക്കെ തീരും. ഞാൻ പറയുമ്പോൾ എനിക്ക് കണക്ക് വെച്ചേ പറയാനുള്ളൂ. ഓരോന്ന് അനുവദിക്കില്ലല്ലോ, താങ്കൾക്ക് ഒരു റൗണ്ട് കിട്ടിയല്ലോ. ഞാൻ പറയട്ടെ. അതായത് പിന്നെ കേരളത്തിന്റെ കടം വർദ്ധിക്കുന്നത് 2011 കാലഘട്ടത്തിൽ LDF ഗവൺമെന്റ് കാലത്ത് 71% കടത്തിന്റെ വർധനമാണ് ഉണ്ടായത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഏതാണ്ട് 100% കടം വർദ്ധിക്കുന്ന നിലയിലാണ് കേരളത്തിന്റെ പൊതുകടം വർദ്ധിച്ചിരിക്കുന്നത്. UDFന്റെ കാലത്ത് 100% വർദ്ധിച്ചു. പിന്നീടുള്ള ഒന്നാം LDFന്റെ കാലത്ത് 88% കടം വർദ്ധിച്ചത്. ഇപ്പോൾ 62% കടം വർദ്ധിച്ചിട്ടുണ്ട്. കടം എങ്ങനെയാണ് കണക്കിലാക്കുക എന്നത് കൂടിയൊരു പ്രശ്നമാണ്. വരുമാനവും കടവുമാണ്. എത്ര വരുമാനമുണ്ട്, കേരളത്തിന്റെ വരുമാനം എത്ര വർദ്ധിച്ചു, കടം എത്ര വർദ്ധിച്ചു എന്നാണ് നോക്കേണ്ടത്. എൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട്, ഞാൻ എത്ര കടം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ഒരു വരുമാനമില്ലാത്ത ആൾ കടം വാങ്ങുന്നവരാണ് പ്രശ്നം. അങ്ങനെ UDFന്റെ കാലത്ത് ഏതാണ്ട് 39% GDP റേഷ്യോ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ GDPയുമായി 39% നിൽക്കുന്നത് 33% ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. രാജ്യത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 59% GDPയുടേത്. അതാണ് പ്രശ്നം. ഇത് കാണാതെ പ്രചരിപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. കല്ല് ഒരുപാട് ഇട്ടിട്ടുണ്ടാകും. നമുക്ക് ആ കല്ല് പെറുക്കിയെടുത്തിരുന്നെങ്കിൽ വലിയൊരു സ്മാരകം തന്നെ നിർമ്മിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. UDFന്റെ കാലത്തെ കല്ലിങ്ങനെ പെറുക്കിയെടുത്താൽ സ്മാരകം ഉണ്ടാക്കായിരുന്നു. അതിന്റെ കണക്കൊന്നും പറയുന്നില്ല. ആരോഗ്യ മേഖലയുടെ കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ഒരു മഹത് വ്യക്തിയും ആ കാര്യം സൂചിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്താണല്ലോ. മെഡിക്കൽ കോളേജ് തലയുയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ കീഴിൽ നിന്ന് തല്ലുകൊണ്ടിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. എന്തിനാണെന്നറിയാമോ? തല്ലുകൊണ്ടത് ആ സ്ഥാപനം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു UDFന്റെ ഗവൺമെന്റ് കാലത്ത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഹോളിഡേ ഗ്രൂപ്പിന് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ സമരത്തിന് പോയവരുണ്ട് ഈ കൂട്ടത്തിൽ. എന്തിനാ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ആ വിൽക്കലാണ് UDF. അവസാനത്തെ ക്യാബിനറ്റിൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരുപാട് തീരുമാനം എടുക്കുന്നു, ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നു. UDFന്റെ അവസാനത്തെ രണ്ട് കത്രിക ഉള്ളതല്ലേ? കത്രിക അത് പറയാം.